കാലം 3:20 ഉണരും. എന്നിട്ട് ഉടനെ കുളി, പല്ലിലൊക്കെ കഴിഞ്ഞ് കുളിക്കും. കുഴമ്പൊക്കെ തേക്കില്ലേ? കുഴമ്പൊക്കെ തേക്കും. അരമണിക്കൂർ എടുക്കും കുഴമ്പ് തേക്കും. എന്നിട്ട് പാലുവെള്ളം ഉണ്ടാക്കും. അതും കൊണ്ട് മുറിയിലേക്ക് കയറി നാരായണീയം, അതുപോലെ ഗീതയിലെ ഒരു 10 ഭാഗം, ഗീതയിലെ ഒരു 10 ശ്ലോകം, പിന്നെ അതൊക്കെ വായിച്ച് ചാടിയിട്ട് പിന്നെ ചൈതന്യയുടെ പ്രസംഗം 2 എണ്ണം, 6 മുതൽ 6:30 വരെയും 6 മുതൽ 7 വരെയും. അത് കേട്ട് അമ്പലത്തിൽ പോകും. അവിടെ ചെന്ന് തൊഴുത് 2 അമ്പലത്തിലും തൊഴുത് 7 മണിക്ക് തിരിച്ചെത്തി ഭാഗവതം കേൾക്കും. ചായ കുടിക്കില്ലേ? ചായ കുടിക്കും. അപ്പോൾ 7 മണിക്ക് ചായ കുടിക്കും. അപ്പോഴത്തേക്ക് ഗായത്രി ഉണ്ടാക്കിയിട്ടുണ്ടാവും, മുളച്ചുണ്ടാവും. 7:30 നടക്കാൻ തുടങ്ങും. 40 മിനിറ്റ് നടക്കും. അത് കഴിഞ്ഞ് വന്ന് കഞ്ഞി കുടിക്കും. കഞ്ഞി കുടിച്ച് കഞ്ഞിയുടെ കൂടെ എന്താ കഴിക്കാം? കഞ്ഞിയുടെ കൂടെ എന്താ കഴിക്കുക? കഞ്ഞിക്ക് ഉപ്പേരിയോ എന്താന്ന് ഉച്ചയ്ക്ക് ഉപ്പേരി ഉണ്ടാവും. അത് കഴിഞ്ഞ് മറുത്ത് വന്നിരിക്കും. പ്രാർത്ഥന ശ്രീദേവി കവചം, ഹരിനാമകീർത്തനം 2 എണ്ണം വായിക്കും. 2 ബുക്ക്. അത് കഴിഞ്ഞിട്ട് പത്രം വായിക്കുന്നത്. പറവൂർ എന്നാ പറയുക സ്ഥലത്തിന്. പറവൂരല്ല, പറവൂര് തിരുവിതാംകൂറില്ല. പറവൂർ എന്നാ പറയുക. അവിടെ പൂജയായിരുന്നു. ശിവന്റെ അമ്പലത്തിലാ? ശിവന്റെ അമ്പലത്തിലാ? സിദ്ദിഖ് സിനിമാ സംഘത്തിന്റെ സെക്രട്ടറിയാണ് സിദ്ദിഖ്, നടൻ സിദ്ദിഖ്. അഭിമാനത്തിന്റെ ത്രിവർണ്ണ ശോഭയും നിർത്തി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. എന്താ ചെയ്യണ പറയൂ? ഡയറി എഴുതാം. ഡയറിയിൽ എന്താ എഴുതണേ? ഡയറിയിൽ ഇന്നത്തെ പ്രധാന വാർത്തകൾ. എന്ത് വാർത്ത എഴുതിയത്? ഹംഗറിയുടെ പുതിയ ബഹിരാകാശത്തിൽ പേടകം കേടുവന്ന് കുടുങ്ങിയ സുനിത വില്യംസ്. എൻ്റെ പേനൊന്നല്ല, ശരിയല്ല. പേന ശരിയില്ലേ? അവിടെയൊക്കെ മഴ പറയുന്നില്ല. വേറെ പേന വേണോ? ഉണ്ടാവും. സുനിത വില്യംസ് ഉടനെ തിരിച്ചെത്തുന്നതാണ്. തിരിച്ചെത്താനായോ? അവിടെ പോയില്ലേ, ദുരാവസ്ഥയിലേക്ക് പോയില്ലേ. അവിടെ വന്ന് പേടകം കേടുന്നത് അങ്ങനെയാക്കി നിൽക്കുക. ആശങ്ക വേണ്ട. ഇത് എന്നിട്ട് അച്ഛൻ എടുത്ത് വായിക്കുകയോ? അച്ഛൻ വായിക്കുകയോ? പിന്നെ എടുത്തിട്ട് കൈവിറയ്ക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്ന എനിക്ക് എഴുത്തു തുടങ്ങിയപ്പോൾ ആ വിറ മാറി. കൈവിറ മാറി. ഇപ്പോൾ സുഖമായി എഴുതുന്നു. അതെന്തിനാ അയാൾ അങ്ങനെ ചെയ്ത്? അയാളെന്തിനാ അങ്ങനെ ചെയ്ത്? അയാൾ പ്രസംഗിക്കുകയാണ്. പ്രസംഗിക്കുമ്പോൾ തിരിഞ്ഞിരുന്നുണ്ടാവും. തിരിഞ്ഞത് സ്പീക്കർക്ക് എതിരായിട്ട് വാദന കാണിച്ചാവും. അയാളുടെ ദേഷ്യമാണ് എല്ലാവർക്കും. എന്താ വെച്ചാൽ അയാൾ ഈ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ 100 ആളിൻ്റെ കോൺഗ്രസ് കയറി പാർലമെൻറ്റിൽ. 56 ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ 100 2.5 പാത്രം വെള്ളം. 2.5 പാത്രം അത്രേ കുടിക്കുള്ളൂ ഒരു ദിവസം? ഇപ്പം എത്ര ഉണ്ടാവും? 2.5 പാത്രം എന്ന് പറഞ്ഞാല് ഒരു 5 കപ്പ്. 5 കപ്പ്.
ഇതുപോലെ ഉമ്മ ചിരിച്ചതെന്ന് മൂത്ത മകൻ നസീർ ഓർത്തു. എന്താ 44 റുപ്യ മരിച്ച ആൾ മരിച്ചു. അപ്പോൾ കൃത്യര് വാങ്ങാം വീട്ടുകാർ 34 കോടി രൂപ. 10 മണിക്കൊന്ന് ബാത്റൂമിൽ പോയിട്ട് ബാത്റൂമിൽ പോവും. അത് പിന്നെ വീണ്ടും വന്നിരിക്കും. പിന്നെ ഇടയിലൊന്ന് മുറ്റത്ത് നടക്കും. കഴിഞ്ഞ് 12:30 അതിന്റെ ഇടയിൽ ദോശ കഴിക്കില്ലേ? ദോശ 11 മണിക്ക് ദോശ കഴിക്കും. അത് കഴിഞ്ഞ് വീണ്ടും വന്നിരുന്ന് പത്രം ഉണ്ടാക്കി. വീക്കിലി ഉണ്ട്, ഭാഷാഭൂഷണി ഉണ്ട്, ഒക്കെ ഉണ്ണി കൊണ്ടുവരും. ഒക്കെ വായിക്കാൻ തുടങ്ങും പത്രം കഴിഞ്ഞിട്ട്. 12:30 റേഡിയോ ന്യൂസ് കേൾക്കും. ന്യൂസ് കേൾക്കാം. ന്യൂസ് ആണോന്ന്? ഇന്ന് വൈകിട്ട് 4:55 പുറപ്പെടുന്ന ട്രെയിൻ ഷൊർണൂർ ഈറോഡ് പ്രളയം സമ്പാദ്യശീലം വളർത്തുന്നതിനും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനുമായി രൂപീകരിച്ച കരുതൽ 2024 പദ്ധതിക്ക് വയനാട് ജില്ലയിൽ സർക്കാർ ഏറെ പ്രാധാന്യം നൽകുന്നതായി ശ്രീ വൈഷ്ണവ് വ്യക്തമാക്കി. അത് കഴിഞ്ഞ് 12:45 1 മണിയാകുമ്പോൾ ഊണ് കഴിക്കും. പിന്നെ വന്നിട്ട് ഭാഗവതം വായിക്കും. കൊടുങ്കാറ്റാണെന്ന് പറയുന്നു. ഹസ്കർ, ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റല്ല. ഡോളർ ചൊല്ലുന്നു പതറിടാതെ മുമുക്ഷു പരിത്യാഗി. കഴുകുകൾ അത് കേട്ടു ചിരിക്കുന്നു. നദി നെടുവേർപ്പിടുന്നു. ഉപേക്ഷയ്ക്ക് വിടുവിടുന്നു സന്യാസി ഡോളറിൽ. അതാരാ? അതൊക്കെ സച്ചിദാനന്ദ കവിത വായിച്ച്. കവിതയാണ് അതൊക്കെ. ഇപ്പോൾ എന്താ കവിതയ്ക്ക് കുഴപ്പം? അച്ഛന് ഇഷ്ടാവണില്ല കവിത? വൃത്തല്ല, പിന്നെ അലങ്കാരമില്ല, ഒന്നുമില്ല. എന്നാലും അർത്ഥം മനസ്സിലാവുണ്ടോ? അർത്ഥം അറിയണില്ലേ? അർത്ഥം മനസ്സിലാവും. അത് കഴിഞ്ഞ് 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കിടക്കും. വീണ്ടും പുറത്ത് വന്നിരുന്ന് വായിക്കാൻ, ബാക്കിയൊക്കെ വായിക്കും. അതിൻ്റെ ഇടയിൽ ചായ കുടിക്കും. മേല് കഴുകുക, മുറ്റ കളിക്കലൊക്കെ നടക്കും. പ്രധാന കല്ലുണ്ടെങ്കിൽ എടുത്ത് കളയും. പിന്നെ മേലൊക്കെ കഴുകി സന്ധ്യ വിളക്ക് കൊളുത്തി ഉദിത ചൈതന്യയുടെ 2 ദിവസം കണ്ട് അപ്പോൾ അത് കേൾക്കും. ഇപ്പോൾ 7 മണിയാവും. 7 മണിക്കൊരു സീരിയലുണ്ട്, സത്യം ശിവം സുന്ദരം. അത് കേൾക്കും. 7:30 7:40 ആകുമ്പോൾ ഊണൊഴിക്കും. പിന്നെയും ഹിന്ദി ന്യൂസ് ഉണ്ട്, അത് കേൾക്കും. 8:45 നേരം കിടക്കും. എന്തോ ഒരു ഡിബേറ്റ് എന്തോ ഇല്ലേ അച്ഛൻ കേൾക്കണ? ഡിബേറ്റ് ഇപ്പൊ ഡിബേറ്റ് ഇല്ല. 8 മണിക്കുണ്ട്, അത് കുറച്ച് കേൾക്കുള്ളൂ. അത് കഴിഞ്ഞാൽ 8 ഇടയിൽ ന്യൂസും കേൾക്കും. അത് കഴിഞ്ഞിട്ട് 9 മണിക്ക് കിടക്കും. 3 മണിക്ക് വീണ്ടും ഉണരും. 6 മണിക്കൂർ ഉറക്കും. 3 മണിക്ക് ഉണർന്ന് അവിടെ ഇപ്പോൾ പിന്നെ അതൊക്കെ എടുത്ത് നോക്കി കുറച്ച് നേരമൊക്കെ നടന്ന് 3:30 കുളിക്കും. 3:30 കുളിച്ച് ഇതൊക്കെ ഈ അവിടെ കളിയാണല്ലേ,
ആ അത് കഴിഞ്ഞ് വന്ന് ഇതാരാ? രാഘവ മാഷ്, ആ പിന്നെ ഇത് മിസ്റ്റർ രാമൻ മാഷ്, ജയഭാരതി നദിയുണ്ട്, മിസ്റ്റർ രാമമഷ്, വേലായുധം മാഷ്. ആ ഇതിപ്പോൾ എനിക്ക് ഓർമ്മയില്ല ഇയാളെ, അതാരാ? എനിക്ക് ഓർമ്മയില്ല ഇയാളെ ഇതാണ്. ഇപ്പം എല്ലാവരും കണ്ണോട്ട് നോക്കണ ആളാ. രോഹിതാക്ഷൻ, ഇത് ഇ കെ ഗോവിന്ദവർമ്മ. ഓ രതിയെടുത്തിൻ്റെ ഭർത്താവ് അത്? ഇ കെ ഗോപക്ക് ജയഭാരതിയിലെ മാഷായിരുന്നു അത് ശരി. എ കെ ഗോവിന്ദവർമ്മ. ഇത് അവിടെ വേറൊരു മാഷാണ്, പേര് മറന്നു ഞാൻ. ഇത് ഒരു പിന്നെ മുസ്ലിമാണ്, എന്താ പറയുക, അയാൾക്ക് സാഹിത്യകാരനാണ്. ഇത് നമ്മുടെ ഇത് ഏറിലെ ശ്രീധരനുണ്ണി. അത് ശരി. ഈ എന്തായാലും നോക്കണ, അത് ശരി. പിന്നെ ഇത് സമ്മാനം കൊടുക്കേണ്ടതാണ്, അത് ആർക്ക് മനസ്സിലായില്ല. ജയഭാരതിയിൽ, ഇത് ജയഭാരതിയിലാണത്. ഇതാ ഇതൊക്കെ മറന്നു ഞാൻ. ഇത് വേലായുധന്മാർ സമ്മാനം കൊടുക്കണം. ഇത് ഇ കെ ഗോവിന്ദവർമ്മ.